പ്രഭാഷകൻ 31 അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അവൾ വ്യാപാരിയുടെ കപ്പലുകളെ പോലെ അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു. പുലർച്ചയ്ക്ക് മുൻപേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമൊരുക്കുകയും പരിചാരികമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവൾ നല്ല നിലം നോക്കി വാങ്ങുന്നു. സ്വന്തം സമ്പത്തുകൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. അവൾ അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു. ഓർമ്മിക്കുക, തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അവൾ വ്യാപാരിയുടെ കപ്പലുകളെ പോലെ അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു. വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഈ വചനഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, സ്വർഗീയ അപ്പമായ ഈശോ മിശിഹായെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കപ്പൽ പരിശുദ്ധ കന്യകാമറിയമാണ്. ക്രിസ്തുവാകുന്ന നിധി ഒളിഞ്ഞിരിക്കുന്ന വയലാണ് മറിയം. നിധി കണ്ടെത്തിയവൻ വയൽ വാങ്ങി സ്വന്തമാക്കുന്നു. മറിയത്തെ സ്വന്തമാക്കിക്കൊണ്ടാണ് നിധിയാകുന്ന ക്രിസ്തുവിനെ നേടിയെടുക്കേണ്ടത്. വിശുദ്ധ ബെനവെഞ്ചൂർ ഇതേ ആശയം അവതരിപ്പിക്കുന്നു. മഹാനിധിയായ ഈശോ മിശിഹ ആരിലാണോ ഉള്ളത് അത് പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ്. അവളാണ് നിധിയുള്ള വയൽ. ദിവ്യസ്നേഹം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന കനകക്കലവറയുടെ താക്കോൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത് മറിയത്തെയാണ് എന്ന് ആത്മീയ ആചാര്യന്മാർ സാക്ഷിക്കുന്നു. മറിയം സിക്കമൂർ മരമാണ്. സക്കേവൂസ് സിക്കമൂർ മരത്തിൽ കയറിയിരുന്ന് ഈശോയെ കണ്ടു. ഈശോയെ കാണാൻ കയറേണ്ട ഇടമാണ് മറിയം. ഈ വിധം ഒട്ടനവധി പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെട്ട മറിയം അവളുടെ ദൗത്യം ഇന്നുമെന്നും സഭയിൽ തുടങ്ങുകയും യുഗാന്ത്യത്തിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്യും. അവൾ ആരെന്ന് പൂർണ്ണതയിൽ വെളിപ്പെടുന്നതും യുഗാന്ത്യത്തിലായിരിക്കും. യുഗാന്ത്യ ദൗത്യത്തെ ഗ്രഹിക്കുവാൻ ഓരോ പ്രതീകങ്ങളും എല്ലാവർക്കും സഹായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മനോഹരിയായൊരമ്മേ, സ്വർലോകത്തിൻ രാജ്ഞിയമ്മേ, സ്വർഗകുമാരനെ ഞങ്ങൾക്കായി നൽകിയ കാരുണ്യത്തിൻ നിറകുടമേ. അമല മനോഹരിയായൊരമ്മേ, സ്വർലോകത്തിൻ രാജ്ഞിയമ്മേ, സ്വർഗകുമാരനെ ഞങ്ങൾക്കായി നൽകിയ കാരുണ്യത്തിൻ നിറകുടമേ. പ്രാർത്ഥിച്ചിടണേ സുഖനോടാ, നന്മ നിറഞ്ഞ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണേ സുഖനോടാ. അമല മനോഹരിയായൊരമ്മേ, സ്വർലോകത്തിൻ രാജ്ഞിയമ്മേ, സ്വർഗകുമാരനെ ഞങ്ങൾക്കായി നൽകിയ കാരുണ്യത്തിൻ നിറകുടമേ.
രാജ്ഞിയമ്മേ സ്വർഗകുമാരി